2. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും ജീവിതയാത്രകളിൽ നിന്നും വരുന്ന രണ്ടാത്മാക്കൾ വിവാഹത്തിലൂടെ ദുരൂഹമായി പരസ്പരം ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ദമ്പതികൾ തികഞ്ഞ യോജിപ്പോടെ ജീവിക്കുമ്പോൾ മറ്റു ചിലർ എപ്പോഴും അവസാനമില്ലാത്ത കലഹങ്ങളിൽ പെട്ടുഴലുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം വെറുമൊരു യാദൃശ്ചികതയാണോ? അതോ ഈ ബന്ധങ്ങളെ നയിക്കുന്ന ആഴത്തിലുള്ള എന്തെങ്കിലും ആത്മീയ നിയമം ഇതിന് പിന്നിലുണ്ടാകുമോ? നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവാഹമെന്നത് ഒരിക്കലും വിധിയുടെ വെറുമൊരു യാദൃശ്ചികതയല്ല. മുൻജന്മങ്ങളിലെ പാഠങ്ങളും ഓർമ്മകളും ഉൾക്കൊള്ളുന്ന കർമ്മമെന്ന അദൃശ്യമായ കരങ്ങളാൽ നെയ്യപ്പെട്ട നൂലുകളാണവ. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ആത്മീയ ഗുരുക്കന്മാരിലൊരാളായ പരമഹംസ യോഗാനന്ദൻ പലപ്പോഴും പറഞ്ഞിരുന്നത് ആത്മാവ് അനശ്വരമാണെന്നാണ്. നാം ഈ ഒരു ജീവിതം മാത്രമല്ല ജീവിക്കുന്നത്, മുൻകാല പ്രവൃത്തികളുടെയും ആഗ്രഹങ്ങളുടെയും പൂർത്തിയാകാത്ത കഥകളുടെയും വിത്തുകൾ വഹിച്ചുകൊണ്ട് നാം എണ്ണമറ്റ ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ആ വിത്തുകളാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അനുഭവങ്ങളായി പൂവിടുന്നത്. ഈ മഹാവിന്യാസത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവർ, പ്രത്യേകിച്ച് നാം വിവാഹം കഴിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടി ദൈവികമായി നിയോഗിക്കപ്പെട്ടവരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാളെ ആദ്യമായി കാണുമ്പോൾ തോന്നുന്ന ആ പെട്ടെന്നുള്ള അടുപ്പം, യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ബന്ധം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉയർന്നുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം മുൻജന്മ ബന്ധങ്ങളുടെ അടയാളങ്ങളാണ്. മനസ്സു മറന്നത് ആത്മാവ് ഓർക്കുന്നു. ഈ കർമ്മബന്ധങ്ങൾ പ്രകടമാകുന്ന ഏറ്റവും ശക്തമായ വഴികളിലൊന്നാണ് വിവാഹം. ചിലപ്പോൾ അത് ഒരു പ്രണയകഥ തുടരാനായിരിക്കും, ചിലപ്പോൾ പഴയ മുറിവുകൾ ഉണക്കാൻ, മറ്റു പലപ്പോഴും ക്ഷമ, വിട്ടുവീഴ്ച, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങൾ പഠിക്കാൻ വേണ്ടിയാകാം. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്, എന്തിനാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് നാം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഈ ജന്മത്തിൽ മാത്രമല്ല, ആത്മാവിന്റെ ദീർഘമായ യാത്രയിലാണ് കുടികൊള്ളുന്നത്. വിവാഹം വെറുമൊരു യാദൃശ്ചികതയല്ല, സ്നേഹിക്കാനും വളരാനും നമ്മെ വിളിക്കുന്ന കർമ്മമാണത്. പ്രിയ അന്വേഷകനെ, കർമ്മം എങ്ങനെയാണ് വിവാഹത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് നാം ആത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട്. പരമഹംസ യോഗാനന്ദൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഈ ശരീരമല്ല, അസ്വസ്ഥമായ ഈ മനസ്സുമല്ല. നിങ്ങൾ അനശ്വരവും എപ്പോഴും ബോധമുള്ളതും നിത്യമായ സന്തോഷം നിറഞ്ഞതുമായ ആത്മാവാണ്. ശരീരം വരുന്നു, പോകുന്നു, കാലത്തിനനുസരിച്ച് മനസ്സു മാറുന്നു. പക്ഷേ ആത്മാവ് അതിന്റെ യാത്ര ഒരു ജന്മത്തിൽ നിന്ന് അടുത്തതിലേക്ക് തുടരുന്നു. ഒരു യാത്രക്കാരൻ വസ്ത്രം മാറുന്നതുപോലെ കർമ്മം എന്ന അദൃശ്യമായ ഭാണ്ഡവും പേറിക്കൊണ്ട് ആത്മാവ് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. മുൻകാലങ്ങളിലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ആഗ്രഹങ്ങളുടെയും ചിന്തകളുടെയും ഉദ്ദേശ്യങ്ങളുടെയും ശേഖരം മാത്രമാണ് ഈ കർമ്മം. സ്നേഹം നിറഞ്ഞ ഓരോ പ്രവൃത്തിയും യോജിപ്പിന്റെ ഒരു വിത്ത് പാകുന്നു. ഓരോ ദയയില്ലാത്ത പ്രവൃത്തിയും വിയോജിപ്പിന്റെ വിത്തും പാകുന്നു. വൈകാതെ ഈ വിത്തുകൾ മുളയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളായി അവയെ നാം വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥമെന്താണ്? നാം കണ്ടുമുട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മോട് ഏറ്റവും അടുപ്പമുള്ളവർ, വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരല്ല. മുൻപൊരിക്കൽ നാം ഒന്നിച്ചു നടന്ന ആത്മാക്കളാണവർ. സ്നേഹത്തിന്റെയും പിന്തുണയുടെയും ബന്ധം തുടരാൻ ചിലർ നമ്മിലേക്ക് വരുന്നു. മറ്റു ചിലർ മടങ്ങിവരുന്നത് പഠിക്കാൻ ബാക്കിയുള്ള ക്ഷമയുടെയോ വിട്ടുവീഴ്ചയുടെയോ പാഠങ്ങൾക്കും പൂർത്തിയാകാത്ത കടങ്ങൾക്കും വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ വിവാഹമെന്നത് വെറുമൊരു സാമൂഹിക കരാറോ രണ്ടു വ്യക്തികളുടെ കണ്ടുമുട്ടലോ അല്ല. അത് ആത്മാവിന്റെ അനശ്വരമായ യാത്രയുടെ ഒരു ഭാഗമാണ്. നാം ആകർഷിക്കുന്ന പങ്കാളികൾ നമ്മുടെ ഭൂതകാല കർമ്മങ്ങളുടെ പ്രതിഫലനങ്ങളും നമ്മുടെ ഇന്നത്തെ വളർച്ചയുടെ കണ്ണാടികളുമാണ്. അതുകൊണ്ടാണ് ജീവിതം തന്നെ ഒരു വിദ്യാലയമാണെന്നും ഓരോ ബന്ധവും ഓരോ ക്ലാസ് റൂമാണെന്നും യോഗാനന്ദൻ പറഞ്ഞത്. ഈ കാഴ്ചപ്പാടിലൂടെ നാം വിവാഹത്തെ നോക്കുമ്പോൾ അത് വെറുമൊരു യാദൃശ്ചികതയായി നാം കാണുന്നില്ല. പകരം ഈശ്വരനിലേക്കുള്ള യാത്രയിൽ രണ്ട് ആത്മാക്കൾക്ക് ഒരുമിച്ച് വളരാൻ സഹായിക്കുന്നതിനു വേണ്ടി ദൈവിക നിയമത്താൽ രൂപകൽപ്പന ചെയ്ത ഒരു വിശുദ്ധ കൂടിക്കാഴ്ചയായി നാം അതിനെ തിരിച്ചറിയുന്നു. പ്രിയ സുഹൃത്തേ, ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഇതാണ്. എന്തുകൊണ്ടാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ വളരെ ശക്തമായി നാം ചില ആളുകളെ കണ്ടുമുട്ടുന്നത്? ഓരോ കണ്ടുമുട്ടലിനു പിന്നിലും ഒരു അദൃശ്യ നിയമമുണ്ടെന്ന് യോഗാനന്ദൻ വിശദീകരിച്ചു. കർമ്മത്തിന്റെ നിയമം. ഒരു കാന്തം ഇരുമ്പുപൊടിയെ തന്നിലേക്ക് ആകർഷിക്കുന്നതുപോലെ കഴിഞ്ഞകാല പ്രവൃത്തികളാലും ആഗ്രഹങ്ങളാലും പൂർത്തിയാകാത്ത പാഠങ്ങളാലും രൂപപ്പെട്ട നമ്മുടെ ആത്മാവിന്റെ സ്പന്ദനങ്ങൾ ചില പ്രത്യേക ആത്മാക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ചില ബന്ധങ്ങൾ പെട്ടെന്നുള്ളതും തീവ്രവും മറക്കാനാവാത്തതുമായി അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ മുൻകാലങ്ങളിൽ സ്നേഹത്തിന്റെ ബന്ധം പങ്കിട്ട ആത്മാക്കളെ വിവാഹം ഒന്നിപ്പിക്കുന്നു. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരെ കാലങ്ങളായി അറിയാമെന്ന് തോന്നുകയാണെങ്കിൽ അത് മുൻജന്മങ്ങളിലെ കൂട്ടുകെട്ടിന്റെ ഓർമ്മയാകാം. അത്തരം ഒത്തുചേരലുകൾ തികഞ്ഞ യോജിപ്പും സമാധാനവും നൽകുന്നു. രണ്ട് പഴയ സുഹൃത്തുക്കൾ വീണ്ടും പരസ്പരം കണ്ടെത്തിയതുപോലെ മറ്റു ചിലപ്പോൾ ഈ കണ്ടുമുട്ടൽ സ്നേഹം നിറവേറ്റുന്നതിനല്ല, മറിച്ച് മുറിവുകൾ ഉണക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ മുൻജന്മത്തിൽ എന്തെങ്കിലും വഞ്ചനയോ തെറ്റിദ്ധാരണയോ വേദനയോ ഉണ്ടായിരുന്നിരിക്കാം.
ആത്മാവ് അതിന്റെ വിവേകത്താൽ അതേ വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടാൻ അവസരമൊരുക്കുന്നു, പ്രതികാരത്തിനല്ല, മറിച്ച് ക്ഷമിക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്താനും. വിവാഹത്തിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ശിക്ഷയല്ല, അത് മുൻപ് പരിഹരിക്കാതെ പോയവയെ സുഖപ്പെടുത്താനുള്ള ഒരവസരമാണ്. പലപ്പോഴും ബന്ധങ്ങളെന്നത് സ്നേഹവും കർമ്മവും ഇടകലർന്ന ഒരു മിശ്രിതമാണ്. സ്നേഹത്താൽ നാം ആകർഷിക്കപ്പെടുന്നു, എന്നാൽ ഉപരിതലത്തിലേക്ക് ഉയർന്നുവരുന്ന മറഞ്ഞിരിക്കുന്ന പാഠങ്ങളാൽ നാം വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഉയർന്ന തലത്തിൽ നിന്ന് നോക്കിയാൽ ഇതൊരു തെറ്റല്ല. ആത്മാവിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ദൈവിക ബുദ്ധിയാണ്. അതിനാൽ നമ്മുടെ ജീവിത പങ്കാളികളാകുന്ന ആളുകൾ ഒരിക്കലും യാദൃച്ഛികമായി വരുന്നവരല്ല. നമ്മെ വളരാൻ സഹായിക്കുന്ന സാന്നിധ്യമുള്ള ആത്മാക്കളാണവർ. ഓരോ കണ്ടുമുട്ടലും, അത് സന്തോഷകരമായാലും ബുദ്ധിമുട്ടുള്ളതായാലും, സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സ്വയം കണ്ടെത്തലിന്റെയും ദീർഘമായ യാത്രയിലെ ഓരോ ചുവടുവെപ്പാണ്. പ്രിയ അന്വേഷകനെ, വിവാഹം പലപ്പോഴും സ്നേഹത്തിന്റെയോ കൂട്ടുകെട്ടിന്റെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെയോ ഒരു ബന്ധമായി മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പരമഹംസ യോഗാനന്ദൻ നമ്മെ പഠിപ്പിച്ചത് അതിനെ കൂടുതൽ ആഴത്തിലുള്ള ഒരർത്ഥത്തിൽ കാണാനാണ്. ആത്മാവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കളരികളിൽ ഒന്നായി. ജീവിതം തന്നെ ഒരു വിദ്യാലയമാണ്, ഓരോ ബന്ധവും ഓരോ ക്ലാസ് റൂമും. അതിൽ തന്നെ വിവാഹമെന്നത് പാഠങ്ങൾ, നിരന്തരവും വ്യക്തിപരവും, ജീവിതത്തെ ആഴത്തിൽ മാറ്റിമറിക്കുന്നതുമായ ഏറ്റവും വലിയ ക്ലാസ് റൂമുകളിൽ ഒന്നാണ്. ഒരു നിമിഷം ചിന്തിക്കുക. വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ അവരുടേതായ ചരിത്രവും ആഗ്രഹങ്ങളും ശീലങ്ങളും പ്രതീക്ഷകളുമായി ഒന്നിക്കുകയാണ്. ഇത് സ്വാഭാവികമായും സ്നേഹത്തിന്റെയും യോജിപ്പിന്റെയും നിമിഷങ്ങൾ കൊണ്ടുവരും, ഒപ്പം സംഘർഷങ്ങളുടെ നിമിഷങ്ങളും. ഈ നിമിഷങ്ങളിലാണ് ആത്മാവ് പരീക്ഷിക്കപ്പെടുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കാനും, പങ്കാളി ബുദ്ധിമുട്ടുമ്പോൾ അനുകമ്പ കാണിക്കാനും, വാക്കുകളോ പ്രവൃത്തികളോ വേദന നൽകുമ്പോൾ പൊറുക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വിവാഹം നിസ്വാർത്ഥതയ്ക്കുള്ള ഒരു പരിശീലനക്കളരി കൂടിയാണ്. മറ്റൊരാളുടെ ക്ഷേമത്തിനു വേണ്ടി പലപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കേണ്ടിവരും. ഇതിലൂടെ അഹംഭാവം പതുക്കെ മൃദുവാകുകയും ഹൃദയം ഉദാരത പഠിക്കുകയും ചെയ്യുന്നു. ശരിയായ വിവാഹം കേവലം ശാരീരിക ആകർഷണത്തിലോ വൈകാരികമായ ആശ്വാസത്തിലോ മാത്രം അധിഷ്ഠിതമാകരുത്, മറിച്ച് ഈശ്വരനെ അന്വേഷിക്കാനും ആത്മീയ ഗുണങ്ങളിൽ വളരാനും പരസ്പരം സഹായിക്കുക എന്ന ഉയർന്ന ലക്ഷ്യത്തിലായിരിക്കണം എന്ന് യോഗാനന്ദൻ പറഞ്ഞു. രണ്ടുപേർ വിവാഹത്തെ ഒരു ആത്മീയ പങ്കാളിത്തമായി കാണുമ്പോൾ അതൊരു പുണ്യബന്ധമായി മാറുന്നു. അവിടെ ഓരോ വെല്ലുവിളിയും ഒരു ചവിട്ടുപടിയായി മാറുന്നു, ഓരോ ത്യാഗവും ഒരു വഴിപാടായും ഓരോ ദയാപ്രവൃത്തിയും ഒരു പ്രാർത്ഥനയായും മാറുന്നു. ബുദ്ധിമുട്ടുകൾ പോലും അവിടെ പരിവർത്തനം ചെയ്യപ്പെടുന്നു, കാരണം അവയെ പ്രതിബന്ധങ്ങളായല്ല, മറിച്ച് വളർച്ചയ്ക്കായി രൂപകൽപ്പന ചെയ്ത പാഠങ്ങളായാണ് കാണുന്നത്. അതുകൊണ്ട് വിവാഹം ഇത്ര കഠിനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിന് പകരം ഈ അനുഭവം എന്റെ ആത്മാവിനെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അവബോധത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തിലൂടെ വിവാഹം കേവലം ഒരു ലൗകിക ക്രമീകരണം അല്ലാതാവുകയും ദൈവിക സ്നേഹത്തിലേക്ക് ഒരുമിച്ച് വളരാനുള്ള ഒരു അവസരമായി, ഒരു പുണ്യയാത്രയായി അത് മാറുകയും ചെയ്യുന്നു. പ്രിയ സുഹൃത്തേ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയക്കുഴപ്പങ്ങളിലൊന്ന് ഒരു ബന്ധത്തിൽ നമുക്ക് തോന്നുന്നത് യഥാർത്ഥ സ്നേഹമാണോ അതോ വെറും കർമ്മബന്ധമാണോ എന്ന് തിരിച്ചറിയുന്നതിലാണ്. രണ്ടു വ്യക്തികൾക്കിടയിലുള്ള അതിതീവ്രമായ എല്ലാ വികാരങ്ങളും യഥാർത്ഥ സ്നേഹമല്ല എന്ന് യോഗാനന്ദൻ വിശദീകരിച്ചു. പലപ്പോഴും ഒറ്റനോട്ടത്തിലുള്ള പ്രണയം എന്ന് നാം വിളിക്കുന്നത് യഥാർത്ഥത്തിൽ മുൻകാല കർമ്മങ്ങളുടെ ആകർഷണമാണ്. രണ്ട് ആത്മാക്കൾ വീണ്ടും കണ്ടുമുട്ടുന്ന പൂർത്തിയാകാത്ത കഥയാണ്. കർമ്മബന്ധം വളരെ ശക്തമായിരിക്കും. യുക്തിക്കതീതമായ ഒരു തീവ്രതയോടെ നിങ്ങളൊരാളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം. ബോധമനസ്സിന് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവ് പഴയകാലത്തെ ആ ബന്ധം ഓർക്കുന്നു. എന്നാൽ കർമ്മബന്ധം പലപ്പോഴും അസ്വസ്ഥതകളോടും നാടകീയതകളോടും വൈകാരികമായ കൊടുങ്കാറ്റുകളോടും കൂടിയാണ് വരുന്നത്. അത് നിങ്ങളെ ആഗ്രഹങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആശ്രയത്വത്തിന്റെയും ചക്രങ്ങളിൽ ബന്ധിപ്പിച്ചേക്കാം. അതിന്റെ ലക്ഷ്യം നിങ്ങളെ തടവിലാക്കുക എന്നതല്ല, മറിച്ച് കഴിഞ്ഞകാലത്തെ പാഠങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ്. ചിലപ്പോൾ അത് ക്ഷമ ആവശ്യപ്പെടുന്നു, ചിലപ്പോൾ അത് വിട്ടുവീഴ്ച പഠിപ്പിക്കുന്നു, ചിലപ്പോൾ മറ്റൊരു ആത്മാവിനെ അമിതമായി മുറുകെ പിടിക്കുന്നതിലെ വേദന അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. മറുവശത്ത് യഥാർത്ഥ സ്നേഹം തികച്ചും വ്യത്യസ്തമാണ്. യഥാർത്ഥ സ്നേഹമെന്നത് ശാന്തവും നിങ്ങളെ ഉയർത്തുന്നതും സ്വതന്ത്രമാക്കുന്നതുമായ ഒരു അനുഭവമാണെന്ന് യോഗാനന്ദൻ വിശേഷിപ്പിച്ചു. യഥാർത്ഥ സ്നേഹത്തിൽ അഹംഭാവത്തിനതീതമായ ഒരു ഐക്യം നിങ്ങൾ അനുഭവിക്കുന്നു, ദയയോടും ബഹുമാനത്തോടും കൂടി വളരുന്ന ഒരു സന്തോഷം, ഒപ്പം രണ്ട് ആത്മാക്കൾക്കും ഈശ്വരനിലേക്ക് വളരാൻ അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്നേഹം ഒരിക്കലും ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അത് കരുത്തും വിവേകവും കാരുണ്യവും ഉണർത്തുന്നു. അത് വാങ്ങുന്നതിലല്ല, നൽകുന്നതിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കെങ്ങനെ മനസ്സിലാക്കാം? അതിനുള്ള പരീക്ഷണം ലളിതമാണ്. കർമ്മബന്ധം പലപ്പോഴും പ്രക്ഷുബ്ധതയും അടുപ്പവും കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ സ്നേഹം സമാധാനവും ഉന്നമനവും കൊണ്ടുവരുന്നു. ഒരു ബന്ധം നിസ്വാർത്ഥതയിൽ വളരാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുകമ്പയെ അത് ആഴത്തിലാക്കുന്നുവെങ്കിൽ, ഉയർന്ന സത്യങ്ങൾ തേടാൻ അത് നിങ്ങളുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ, ആ സ്നേഹം തീർച്ചയായും ദൈവീകതയുടെ പ്രതിഫലനമാണ്. പ്രിയ അന്വേഷകനെ, ജീവിതത്തിലെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളിലൊന്ന് ഇതാണ്:
എന്തുകൊണ്ടാണ് ചില വിവാഹങ്ങൾ വളരെ സുഗമമായും സന്തോഷത്തോടെയും മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചിലത് പോരാട്ടങ്ങളും വേദനകളും നിറഞ്ഞതായി കാണപ്പെടുന്നത്? ഇതിനുള്ള ഉത്തരം കർമ്മത്തിലാണെന്ന് യോഗാനന്ദൻ വിശദീകരിച്ചു. ഓരോ ആത്മാവും അതിന്റെ മുൻകാല പ്രവൃത്തികളുടെ ഫലങ്ങൾ വഹിക്കുന്നുണ്ട്. ഈ കർമ്മഫലങ്ങളാണ് ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്ന ബന്ധങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. സന്തുഷ്ടമായ ദാമ്പത്യം ഒരു അപകടമല്ല, അത് മുൻജന്മങ്ങളിൽ സൃഷ്ടിച്ച യോജിപ്പിന്റെ ഫലമാണ്. മുൻപ് പരസ്പരം സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്ത രണ്ട് ആത്മാക്കൾ വീണ്ടും ഒത്തുചേരുമ്പോൾ അവരുടെ ആ ബന്ധം സ്വാഭാവികവും സമാധാനപരവും പരസ്പര ബഹുമാനം നിറഞ്ഞതുമായി അനുഭവപ്പെടുന്നു. അത്തരം വിവാഹങ്ങൾ ആശ്വാസവും സന്തോഷവും പ്രോത്സാഹനവും നൽകുന്നു. ജീവിതയാത്രയിൽ ഇരു പങ്കാളികളെയും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാന്തമായ നദികൾ പോലെയാണവ. എന്നാൽ ചിലപ്പോൾ വിവാഹം വെള്ളത്തേക്കാൾ കൂടുതൽ നെരുപ്പ് പോലെ തോന്നും. ഇതിന് കാരണം ഈ രണ്ടാത്മാക്കൾക്കും മുൻകാലങ്ങളിൽ തീർക്കാൻ ചില കടങ്ങൾ ബാക്കിയുണ്ടാകാം എന്നതാണ്. ഒരുപക്ഷെ അവിടെ വഞ്ചനയോ തെറ്റിദ്ധാരണയോ അവഗണനയോ ഉണ്ടായിരുന്നിരിക്കാം. ഈ ജന്മത്തിൽ അവർ വീണ്ടും കണ്ടുമുട്ടുന്നത് അവസാനമില്ലാതെ കഷ്ടപ്പെടാനല്ല, മറിച്ച് സന്തുലിതാവസ്ഥ കൊണ്ടുവരാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ചയും അനുകമ്പയും പഠിക്കാനുമാണ്. ഈ വിവാഹങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയതാകാം. എന്നിരുന്നാലും അവയുടെ ആഴത്തിലുള്ള ലക്ഷ്യം ആത്മശുദ്ധീകരണമാണ്. വേദനജനകമെന്ന് തോന്നുന്ന വെല്ലുവിളികൾ ആത്മാവിനെ രൂപപ്പെടുത്തുകയും അഹംഭാവവും അഹങ്കാരവും സ്വാർത്ഥതയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തീ സ്വർണത്തെ ശുദ്ധീകരിക്കുന്നതുപോലെ വിവാഹത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഒരു ശിക്ഷയല്ല എന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. ദൈവിക നിയമം ഒരിക്കലും ക്രൂരമല്ല. ആത്മാവിനെ സ്വതന്ത്രമാക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സ്നേഹത്തോടെയാണ് ഓരോ പരീക്ഷണങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വേദനജനകമായ ബന്ധങ്ങളെ നാം അവബോധത്തോടെ സമീപിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് വളർച്ചയുടെ ചവിട്ടുപടികളാക്കി മാറ്റാൻ കഴിയും. സത്യത്തിൽ ഒരു വിവാഹം എളുപ്പമുള്ളതായാലും കഠിനമായാലും അവ രണ്ടും ആത്മീയ പുരോഗതിക്കുള്ള അവസരങ്ങളാണ്. അത് നമ്മെ ദൈവിക സ്നേഹത്തിലേക്കും ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നു. പ്രിയ സുഹൃത്തേ, വിവാഹവും ബന്ധങ്ങളും മുൻജന്മങ്ങളുടെ പ്രതിധ്വനികളായ കർമ്മങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ കർമ്മമെന്നത് ഒരു തടവറയല്ല എന്ന് യോഗാനന്ദൻ നമ്മെ ഓർമ്മിപ്പിച്ചു. അവബോധത്തിലൂടെയും ആത്മീയ പരിശീലനത്തിലൂടെയും പഴയ പാറ്റേണുകൾക്ക് മുകളിൽ ഉയരാൻ ആത്മാവിന് എപ്പോഴും കഴിയും. ബന്ധങ്ങളുടെ ലക്ഷ്യം അവസാനമില്ലാത്ത ചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്നതല്ല, മറിച്ച് അവ കൊണ്ടുവരുന്ന പാഠങ്ങൾ പഠിക്കുകയും മോചനത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ കർമ്മബന്ധങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം? അതിനുള്ള ആദ്യപടി ധ്യാനമാണ്. നാം ഉള്ളിലേക്ക് തിരിയുകയും ആത്മാവിന്റെ നിശ്ചലതയെ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തിത്വത്തിന്റെ മുഖംമൂടിക്കപ്പുറം നമ്മെയും മറ്റുള്ളവരെയും കാണാൻ നാം തുടങ്ങുന്നു. ധ്യാനത്തിൽ കോപം മാഞ്ഞുപോകുകയും അനുകമ്പ സ്വാഭാവികമായി വളരുകയും ചെയ്യുന്നു. കാരണം എല്ലാ ആത്മാക്കളും ഈശ്വരനിലേക്കുള്ള അവരുടേതായ യാത്രയിലാണെന്ന് നാം തിരിച്ചറിയുന്നു. രണ്ടാമത്തെ പടി ക്ഷമയാണ്. പഴയ വൈരാഗ്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും വലുതായി നമ്മെ സ്വതന്ത്രമാക്കുന്ന മറ്റൊന്നില്ല. നമ്മുടെ പങ്കാളിയോട് നാം ക്ഷമിക്കുമ്പോൾ രണ്ട് ആത്മാക്കളെയും ദുരിതത്തിൽ തളച്ചിടുന്ന ഭാരമേറിയ ചങ്ങലകളാണ് നാം പൊട്ടിക്കുന്നത്. ക്ഷമിക്കുക എന്നത് ഒരു ബലഹീനതയല്ല, നെഗറ്റീവ് കർമ്മങ്ങളുടെ വേരുകൾ തന്നെ ഇല്ലാതാക്കുന്നതിനാൽ അതൊരു ഉയർന്ന ശക്തിയാണ്. മൂന്നാമത്തെ പടി നിസ്വാർത്ഥ സ്നേഹമാണ്. ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് എന്ത് നേടാനാകുമെന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ സേവിക്കാൻ കഴിയും, എനിക്ക് എങ്ങനെ അവരെ ഉയർത്താൻ കഴിയും എന്ന് ചോദിക്കാൻ നാം പഠിക്കുന്നു. യാതൊരു ആവശ്യങ്ങളുമില്ലാതെ സ്നേഹം നൽകുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബന്ധത്തെപ്പോലും വളർച്ചയുടെ പാതയാക്കി മാറ്റുന്നു. എല്ലാറ്റിനുമുപരിയായി ഈശ്വരനോടുള്ള ഭക്തിയെക്കുറിച്ചാണ് യോഗാനന്ദൻ പഠിപ്പിച്ചത്. തങ്ങളുടെ യഥാർത്ഥ പ്രിയപ്പെട്ടവൻ ഈശ്വരനാണെന്ന് രണ്ട് പങ്കാളികളും ഓർക്കുമ്പോൾ അവരുടെ വിവാഹം ഒരു പുണ്യപങ്കാളിത്തമായി മാറുന്നു. അവിടെ ദയയുടെ ഓരോ പ്രവൃത്തിയും ആരാധനയായി മാറുന്നു, ഓരോ വെല്ലുവിളിയും ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഇതുവഴി കർമ്മം ഒരു ഭാരമല്ലാതാവുകയും ഒരു അധ്യാപകനായി മാറുകയും ചെയ്യുന്നു. ബന്ധങ്ങൾ ഇനി തടവറകളല്ല, മറിച്ച് ചവിട്ടുപടികളാണ്. രണ്ട് ആത്മാക്കൾ ഈശ്വരനിലേക്ക് മടങ്ങാൻ പരസ്പരം സഹായിക്കുന്ന ഒരു വിശുദ്ധ യാത്രയായി അതെങ്ങനെയാകണമോ അങ്ങനെ തന്നെ വിവാഹം മാറുന്നു. പ്രിയ അന്വേഷകനെ, നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്രയുടെ അവസാനത്തിലെത്തുമ്പോൾ നമുക്കൊന്നു നിന്ന് ചിന്തിക്കാം. വിവാഹമെന്നത് കേവലം ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് കർമ്മനിയമത്താൽ ക്രമീകരിക്കപ്പെട്ട ഒരു വിശുദ്ധ കൂടിക്കാഴ്ചയാണെന്ന് നാം കണ്ടു. ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നടക്കുന്ന പങ്കാളി യാദൃച്ഛികമായി വന്ന ഒരാളല്ല, മറിച്ച് മുൻകാലങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിന്റെയും പാഠങ്ങളുടെയും പൂർത്തിയാകാത്ത കഥകളുടെയും ആഴത്തിലുള്ള ബന്ധം നിങ്ങൾ പങ്കിടുന്ന ഒരു ആത്മാവാണ്. ചില ഒത്തുചേരലുകൾ തികഞ്ഞ യോജിപ്പോടെ മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചിലത് വെല്ലുവിളികളിലൂടെ നമ്മെ പരീക്ഷിക്കുന്നു. എന്നാൽ എല്ലാം തന്നെ ആത്മാവിനെ വളരാൻ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്ഷമയോടും കരുണയോടും ഭക്തിയോടും കൂടി സമീപിക്കുമ്പോൾ ഓരോ ബന്ധവും ഉയർന്ന സ്നേഹത്തിലേക്കുള്ള ഒരു കവാടമായി മാറും. എല്ലാ ബന്ധങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യം നമ്മെ ഈശ്വരനിലേക്ക് തിരികെ നയിക്കുക എന്നതാണെന്ന് യോഗാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. നമ്മുടെ പങ്കാളിയെ കേവലം ഭർത്താവോ ഭാര്യയോ ആയി മാത്രമല്ല, മറിച്ച് ദൈവികതയിലേക്കുള്ള ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സഹ ആത്മാവായി കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ വിവാഹം ഒരു ആത്മീയ പങ്കാളിത്തമായി മാറുന്നു.
ദയയുടെ ഓരോ പ്രവൃത്തിയും, പരസ്പരം മനസ്സിലാക്കുന്ന ഓരോ നിമിഷവും, പരസ്പരമുള്ള ഓരോ പ്രാർത്ഥനയും, ഇവയൊന്നും ചെറിയ കാര്യങ്ങളല്ല, മറിച്ച് മോചനത്തിലേക്കുള്ള ശക്തമായ ചുവടുവെപ്പുകളാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ സന്ദേശത്തിലെ ഏത് ഭാഗമാണ് നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്? നിങ്ങളുടെ ചിന്തകൾ കമന്റുകളായി പങ്കുവയ്ക്കുക. അല്ലെങ്കിൽ ഭക്തിപൂർവ്വം നാം എല്ലാവരും ഒരേ ദൈവിക പിതാവിന്റെ മക്കളാണെന്ന ഓർമ്മപ്പെടുത്തലായി ജയ് ഗുരു എന്ന് ടൈപ്പ് ചെയ്യുക. പ്രിയാത്മാവേ, അടുത്ത വീഡിയോയിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നും എന്നെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നാം ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്യുന്ന ഈ അറിവുകളെ രൂപപ്പെടുത്താൻ സഹായിക്കും. ഇന്ന് എന്നോടൊപ്പം ഈ പാതയിലൂടെ നടന്നതിന് നന്ദി. സ്നേഹവും ക്ഷമയും ദൈവിക പ്രകാശവും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും നയിക്കട്ടെ. നാം വീണ്ടും കാണുന്നതുവരെ സത്യത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ അണയാതെ സൂക്ഷിക്കുക.